വെൽക്കംസ് ടു ജെം സ്റ്റോപ്പ്. ഇന്ന് നിങ്ങളോട് ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കര സ്റ്റക്കായിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും ദൈവമേ, ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചിട്ട് പിറുപിറുത്ത് ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷനിൽ ഭയങ്കര വിഷമിച്ച് ഇതിനാണോ ഞാൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇതിനാണോ നീ എനിക്ക് പ്രോമിസസ് തന്നത് എന്നൊക്കെ ദൈവത്തോട് ചോദിക്കുന്നവരാണോ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്റ്റോറി ബൈബിളിലുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഫറവോന്റെ സൈന്യത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ രക്ഷിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോകും. അവർ ചെങ്കടലിന് മുമ്പിൽ വെച്ചിട്ട്, പുറകിൽ ഫറവോന്റെ സൈന്യവും മുമ്പിൽ ചെങ്കടലോ. ഇനി എന്ത് ചെയ്യും? ആ സമയത്ത് ഇസ്രായേൽ മക്കൾ മോശയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതിലും ഫറവോന്റെ അവിടെ കിടന്നിട്ട് ഞങ്ങൾ അടിമവേല ചെയ്യുന്നതായിരുന്നു. ആ സമയത്ത് മോശ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ മിണ്ടാതിരിപ്പേ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ബൈബിൾ ഇത്രയും നല്ലൊരു പ്രോമിസ് നമുക്ക് വേണ്ടിയിട്ടും ദൈവം തന്നിട്ടില്ലേ? അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ സ്റ്റക്കായിരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ വന്ന് കർത്താവേ, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നിങ്ങൾ മിണ്ടാതിരിപ്പേൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം തന്നിരിക്കുന്ന പ്രോമിസ് അതുപോലെ തന്നെ ചെയ്യും. ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്താൽ മാത്രം മതി. സോ ആരെങ്കിലും ഈ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈ ബൈബിൾ വാക്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, യഹോവേ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. ഇന്നു മുതൽ നിങ്ങളുടെ എല്ലാ സിറ്റുവേഷനിലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.